ഹലോ, നമുക്കൊരു ഷോപ്പിംഗ് ഡേ കണ്ടാലോ? ആക്ച്വലി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. ഞങ്ങളുടെ കുറേ നാളത്തെ സ്വപ്നമാണ്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. സുഡിയോയിൽ പോയി ഡ്രസ്സ് എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ രാമചന്ദ്രയിൽ പോയി എനിക്ക് കമ്മലെടുക്കണമായിരുന്നു. അങ്ങനെ കമ്മലെടുക്കാൻ വേണ്ടി പോയി. പക്ഷേ അത് ഒന്നും അഫോർഡബിൾ റേറ്റ് അല്ല. പക്ഷേ എല്ലാം കിട്ടില്ല. സാധനം എടുത്തുകൊണ്ട് ഓടിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഇവിടുന്ന് ഇറങ്ങുമ്പം എൻ്റെ മൈൻഡിൽ എനിക്ക് ഏത് മോഡൽ കമ്മൽ വേണമെന്നൊരു ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് എല്ലാ കമ്മലും കൂട്ടത്തോടെ കണ്ടപ്പം എനിക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. അങ്ങനെ പിന്നെ ഞാൻ ഫുട്പാത്തിൽ നിന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മൽ വാങ്ങിച്ചത്. ഈ കാണുന്ന കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 സംതിങ് എന്തോ ആണ് ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ വളയുടെ സെക്ഷനിലോട്ടാണ് പോയത്. എനിക്ക് ഈ വളയുടെ ഈ ഒരു ടൈപ്പിൽ ജുംക്ക സെറ്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു മോഡലിൽ എനിക്കിഷ്ടപ്പെട്ട ഒരിത് അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തിട്ട് തിരിച്ച് അതേപോലെ ഇങ്ങി വെച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോയി. ഈ ഒരു കുപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്തുള്ളത് കുഞ്ഞുപിള്ളേർക്കാണെങ്കിലും ആ ഒരു കുപ്പി നല്ല രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നെയിൽ പോളിഷ് എടുത്ത് ട്രയൽ ചെയ്തു. കാര്യം എനിക്ക് ആക്ച്വലി നെയിൽ പോളിഷ് എടുത്ത് 5 വിരലിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് രാമചന്ദ്രയിൽ പോയ ഫസ്റ്റ് ക്ലിപ്പാണ്. അവിടെ നിന്ന് കുറച്ച് സ്ലൈഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സ്ലൈഡിൽ ഹെയർ ക്ലിപ്പ് അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. കുറേ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഒരു ഷോപ്പിൽ തന്നെ ഞാൻ എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഞായറാഴ്ച തൊട്ട് പോകാൻ തുടങ്ങിയതാണ്. സുഡിയോന്ന് ലാസ്റ്റ് ഒന്നും എടുത്തില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ മന്തി കഴിക്കാൻ പോയി. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്.